ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കസാട്ട ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കസാട്ട ഐസ്ക്രീം എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല അത്യാവശ്യം റേറ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 ലിറ്ററിനേക്കാളും കുറച്ച് കുറവാണ്. കാരണം എൻ്റെ കപ്പ് 240 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് പാലിന് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ പാല് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഗോതമ്പ് പൊടി ഒന്ന് കലക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം ചെയ്യുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തണുത്ത പാലൊഴിച്ചിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് പൊടി പാലിലേക്ക് ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പാലൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം, അതുപോലെ കോൺഫ്ലോറൊക്കെ എടുത്താലും ആ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ തന്നെ കിട്ടും. കാരണം പാല് നന്നായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഹെൽത്തിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത്. നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മുടെ ഗോതമ്പ് പൊടി ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി തന്നെ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പാലിങ്ങനെ കുറുകി വരും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. കുറച്ചിങ്ങനെ നല്ല കുറുകി ആ ഒരു ക്രീമി ആയിട്ട് വരണം പാല്. അപ്പോൾ കട്ടിയില്ലാതെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പ് പൊടി ആണെങ്കിലും അതുപോലെ മൈദ കോൺഫ്ലവറൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ കിട്ടും. നമുക്ക് പാല് നന്നായിട്ട് കുറുകി വരും. കണ്ടില്ലേ, ഇപ്പോൾ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ കസാട്ട ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ലെയർ ഞാനിവിടെ സ്ട്രോബെറി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി ഇല്ലെങ്കിൽ മാങ്ങയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ചൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്ട്രോബെറി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ട്രോബെറി മാത്രം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് സ്ട്രോബെറി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ ആ ഒരു മിക്സ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഒരെണ്ണം നമ്മൾ സ്ട്രോബെറി ഫ്ലേവറിലും ഒരെണ്ണം നമ്മൾ വാനില ഫ്ലേവറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവറിലേക്ക് ചെയ്യുന്നതിലേക്ക് ഒരു ബൗൾ നമുക്ക് നമ്മുടെ ഈ ഗോതമ്പ് പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ സ്ട്രോബെറി ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളിയൊക്കെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. കാരണം സ്ട്രോബെറി കുറച്ച് പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ ചെയ്യുമ്പോൾ 2 തവണ എടുത്തിട്ടൊന്ന് അടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് നമുക്കൊന്നും കൂടി എടുത്ത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് വാനില ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിയുള്ള ഗോതമ്പിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വാനില ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതും ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് കഴിഞ്ഞെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കണം. എന്നാലേ നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് 3ാമത്തെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. 1.5 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3ാമത്തെ ലെയർ ചെയ്യുന്നത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിതിലേക്ക് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 ബിസ്ക്കറ്റോളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഏത് ബിസ്ക്കറ്റ് ചേർത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബോർബോണൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ചോക്ലേറ്റി ഫ്ലേവർ കിട്ടും.
അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. നമ്മൾ എക്സ്ട്രാ കൊക്കോ പൗഡറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ബിസ്ക്കറ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടയായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ ശരിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓറിയോ ബൊർബോണൊക്കെ ആണെങ്കിൽ ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരു ചോക്ലേറ്റ് ഫ്ലേവർ അല്ലാതെ തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതും മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ 3 നമ്മുടെ ഐസ്ക്രീമും ഞാൻ കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം രണ്ടാമത് എടുത്തിട്ട് ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഐസ്ക്രീം കുറച്ചും കൂടെ ശരിയായി നന്നായിട്ട് ആ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഒരു തവണ മിക്സിയിൽ അടിക്കണേക്കാളും കുറച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും എടുത്തിട്ട് അടിക്കുക. അങ്ങനെ 3ഉം കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് ഞാൻ രണ്ടാമത് എടുത്ത് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അടിച്ചതിന് ശേഷം ഞാൻ രണ്ടാമത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഐസ് കയറില്ല ഉള്ളിൽ, അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ലെയർ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ കസാട്ടയായിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ട്രോബെറി ആദ്യം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറിയാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചോക്ലേറ്റ് ലെയർ ഒഴിക്കാനായിട്ട് പോകുന്നത്. ലെയറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ലെയർ നന്നായിട്ട് കട്ട് ചെയ്യാൻ ശേഷം മാത്രം പുറത്ത് അടുത്ത ലെയർ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോവും. ഞാനിപ്പോൾ പെട്ടെന്ന് ഒഴിച്ചു, അധികം കട്ട് ആവാനായിട്ട് നിന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സെറ്റായിട്ട് മാത്രം അടുത്ത ലെയർ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയർ ചോക്ലേറ്റ് ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ലെയർ ഒഴിച്ച് നമ്മൾ ഇതും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അടപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് ഫ്രീസറിൽ വെക്കുക. ഇനി ഈ 2 ലെയറും നന്നായിട്ട് സെറ്റായതിന് ശേഷമാണ് നമ്മൾ മൂന്നാമത്തെ ലെയർ ഒഴിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ലെയർ ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുകളിലേക്ക് നമ്മുടെ ലാസ്റ്റ് ലെയർ വാനിലയാണ്, അത് നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 3 ലെയറും റെഡി ആയിട്ടുണ്ട്. ഞാനെൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, പിന്നെ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ 3 ലെയറും റെഡിയായി. ഇനി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും എടുക്കും നന്നായിട്ട് സെറ്റായി വരാൻ. ശരിക്കും രാത്രി വെക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ വെക്കുമ്പോൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ആദ്യം കവർ ചെയ്യുക, അല്ലെങ്കിൽ ഐസ് ഉള്ളിൽ കയറും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കവർ ചെയ്യുമ്പോൾ. അതിന് ശേഷം നമ്മുടെ അടപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കുക നന്നായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഐസ്ക്രീം സെറ്റായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ വിടിയിച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കത്തി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി വീട്ടിൽ തയ്യാറാക്കിയ കസാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ കഴിക്കാനും നമുക്ക് എന്താ പറയുക, വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ്. ഗോതമ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ചോക്ലേറ്റ് ലെയറും അതുപോലെ സ്ട്രോബെറിയും വാനിലയൊക്കെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് വീണ്ടും കാണാം. താങ്ക്